ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവറിഡേ ഐം കാൽക്കുലേറ്റിംഗ്. LGS നിലവാരത്തിലുള്ള പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉൾപ്പെടുത്തിയുള്ള സീരീസിലെ രണ്ടാമത്തെ വീഡിയോയാണിത്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു സീരീസിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമേ പറയുകയുള്ളൂ, റിലേറ്റഡ് ഫാക്ട്സ് ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് റിലേറ്റഡ് ഫാക്ട്സ് ഉൾപ്പെടെയുള്ള ക്ലാസ് ആണ് കാണേണ്ടതെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ കൊടുക്കുന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ മതിയാവും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 91/2024. ഒന്നാമത്തെ ചോദ്യം, 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് മഹാരാഷ്ട്രയിലാണ്. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയമായതാണ് ആനന്ദമഠം. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയമായത് ആനന്ദമഠമാണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറയിട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ഗാന്ധിജിയാണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറയിട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന് ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് ഗാന്ധിജിയാണ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് ബംഗാളാണ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് ബംഗാളാണ്. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് മൗലാന അബുൽ കലാം ആസാദാണ്. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് മൗലാന അബുൽ കലാം ആസാദാണ്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. ആമുഖം ജവഹർലാൽ നെഹ്റു എന്നത് ശരിയാണ്. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം 3 എന്നതും ശരിയാണ്. നിർദ്ദേശക തത്വങ്ങൾ മഹാത്മാഗാന്ധി എന്നതും ശരിയാണ്. ലക്ഷ്യപ്രമേയം ഡോക്ടർ BR അംബേദ്കർ എന്നതാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കർ അല്ല, ജവഹർലാൽ നെഹ്റു ആണ്. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജോഡികൾ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. ലക്ഷ്യപ്രമേയം ബന്ധപ്പെട്ടിരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവുമായിട്ടാണ്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലാണ്. നിർദ്ദേശക തത്വങ്ങൾ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗാന്ധിജിയുടെ ആശയങ്ങളൊക്കെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടന ദൃഢവും അയവുള്ളതുമായ ഭരണഘടന എന്നത് ശരിയാണ്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ എന്നതും ശരിയാണ്. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന എന്നത് തെറ്റാണ്. മാർഗനിർദ്ദേശക തത്വങ്ങളും ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1, 2, 4 ഇവിടെ ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഇതെല്ലാം തന്നെ പാർലമെന്റിന്റെ ചുമതലകളെയാണ് സൂചിപ്പിക്കുന്നത്. ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും എല്ലാം തന്നെ പാർലമെന്റിന്റെ ചുമതലകളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഒരു മൗലിക അവകാശമാണ്.
മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും ഒരു മൗലിക അവകാശമാണ്. സൗജന്യ നിയമസഹായം മൗലിക അവകാശമല്ല. ലഹരി വസ്തുക്കളുടെ നിരോധനവും മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതല്ല. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ഇത് ആരുടെ വാക്കുകളാണ്? പ്ലേറ്റോയുടെ വാക്കുകളാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ് എന്നത് പ്ലേറ്റോയുടെ വാക്കുകളാണ്. താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആരാണ് അദ്ദേഹം? ചട്ടമ്പി സ്വാമികളാണ്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ടുള്ള വാക്കുകളാണ്. ആദ്യത്തെ 2 സെന്റൻസുകളിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായാലും വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ് എന്നറിയാമെങ്കിൽ ഇത് ആൻസർ ചെയ്യാനായിട്ട് എളുപ്പമാണ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. അയ്യങ്കാളി കല്ലുമാല സമരം ശരിയാണ്. അയ്യങ്കാളി കല്ലുമാല സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ എന്നതും ശരിയാണ്. വൈകുണ്ഠസ്വാമികൾ അയിത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചു എന്നതും ശരിയാണ്. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു. രാമകൃഷ്ണ പിള്ള എന്നതാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ള ജോഡി ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? തിരുവിതാംകൂറിലാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി അഥവാ LMS മിഷണറി സംഘം കേരളത്തിൽ പ്രവർത്തിച്ചത്. തിരുവിതാംകൂർ കേന്ദ്രീകരിച്ചാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി അഥവാ LMS മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? തിരുവിതാംകൂർ. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് എന്നാണ്? 1924 നവംബർ 1. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് 1924 നവംബർ 1. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് EMS നമ്പൂതിരിപ്പാടാണ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് EMS നമ്പൂതിരിപ്പാട്. 2024 നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണ്? 18ാം ലോക്സഭയാണ് 2024 നിലവിൽ വന്നത്. 2024 നിലവിൽ വന്ന ലോക്സഭ 18ാമത്തെ ലോക്സഭയാണ്. ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ്. ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവെച്ച കരാറാണ് പഞ്ചശീല തത്വങ്ങൾ എന്ന പ്രസ്താവന. ശരിയായ പ്രസ്താവനയാണ്. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ് എന്നതും ശരിയായ പ്രസ്താവനയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് അയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് എന്നതാണ് തെറ്റായ പ്രസ്താവന. ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1ഉം 2ഉം 4ഉം ശരിയാണ്. തെറ്റായിട്ടുള്ളത് 3 മാത്രമാണ്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ സി 3 മാത്രം എന്നതാണ്. 1954 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവെച്ച കരാറാണ് പഞ്ചശീല തത്വങ്ങൾ.
പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായുമാണ്. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് പഞ്ചശീല തത്വങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയെ കാലഗണനയനുസരിച്ച് ക്രമീകരിക്കുക. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISRO നിലവിൽ വന്നു. ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു. ചന്ദ്രയാൻ ദൗത്യം. ഇതിൽ ആദ്യം വരുന്നത് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വരുന്നതാണ്. അതിനുശേഷമാണ് 1969 ISRO നിലവിൽ വരുന്നത്. പിന്നീട് 1975 ആര്യഭട്ടയുടെ വിക്ഷേപണം നടക്കുന്നത്. പിന്നീട് 2008 ചന്ദ്രയാൻ 1 ദൗത്യ വിക്ഷേപണമൊക്കെ വരുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള ക്രമത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 1, 2, 3, 4 എന്നതാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി ഏതാണ്? ഭിലായി സോവിയറ്റ് യൂണിയൻ എന്നത് ശരിയാണ്. റൂർക്കേല ജർമ്മനി എന്നതും ശരിയാണ്. ദുർഗാപൂർ ബ്രിട്ടൻ എന്നതും ശരിയാണ്. ബൊക്കാറോ ഫ്രാൻസ് എന്നതാണ് ഇവിടെ തെറ്റായിട്ട് ഉള്ളത്. ബൊക്കാറോയും സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ് നിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. 4ാമത്തേതാണ് തെറ്റായ ജോഡി. തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് എന്നതാണ് ചോദ്യം. 1951-56 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. വ്യാവസായിക വികസനത്തിന് ഊന്നൽ നൽകി എന്നത് തെറ്റാണ്. കൃഷിക്കാണ് 1ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി എന്ന പ്രസ്താവന ശരിയാണ്. ഹരോഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു എന്നതും ശരിയാണ്. ഇവിടെ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 1, 3, 4 ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ജവഹർലാൽ നെഹ്റു. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞത് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ്. എന്നാൽ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO BVR സുബ്രഹ്മണ്യമാണ്. നീതി ആയോഗിന്റെ നിലവിലെ ചെയർമാൻ നരേന്ദ്രമോദിയുമാണ്. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് എന്നാണ്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത്. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക. പത്കായി ബൂം, മീസോ കുന്നുകൾ, ഗാരോ ഖാസി കുന്നുകൾ എന്നിവ ഇന്ത്യയുടെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നവയാണ്. പത്കായി ബൂം, മീസോ കുന്നുകൾ, ഗാരോ ഖാസി കുന്നുകൾ എന്നിവ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നവയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1, 2, 4 എന്നതാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നു എന്നത് ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലം ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെയാണ് നീണ്ടുകിടക്കുന്നത്. 1ാമത്തെ പ്രസ്താവന ശരിയാണ്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു എന്നത് തെറ്റാണ്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിലാണ്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു എന്നത് ശരിയാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിലാണ് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത്. താരതമ്യേന വീതി കൂടുതൽ എന്നത് തെറ്റായ പ്രസ്താവനയാണ്. താരതമ്യേന വീതി കൂടുതലുള്ളത് കിഴക്കൻ തീരസമതലത്തിലാണ്. ഇവിടെ തെറ്റായിട്ടുള്ളത് 2ഉം 4ഉമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 2 and 4 എന്നതാണ്.
ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. അറബിക്കടലിലാണ് ദ്വീപസമൂഹം സ്ഥിതി ചെയ്യുന്നത് എന്നത് തെറ്റായ പ്രസ്താവനയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹം സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ എന്നത് ശരിയായ പ്രസ്താവനയാണ്. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപസമൂഹത്തിന്റെ തലസ്ഥാനം എന്നത് ശരിയാണ്. 36 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് നിക്കോബാർ എന്നത് തെറ്റാണ്. ഇവിടെ ശരിയായിട്ടുള്ളത് 2ഉം 3ഉമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2 and 3. ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹം സ്ഥിതി ചെയ്യുന്നത്. ആൻഡമാനിൽ ഏകദേശം 200 ദ്വീപുകളുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തിന്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ്. അടുത്ത ചോദ്യം, താഴെ നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. കാണ്ടില പടിഞ്ഞാറൻ തീരത്താണ്. നെവാസ് ഷേവയും പടിഞ്ഞാറൻ തീരത്താണ്. പാരദ്വീപ് ഒഡീഷയിലാണ്, കിഴക്കൻ തീരത്താണ്. ഹാൽഡിയ തുറമുഖവും കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ്. ശരിയായിട്ടുള്ളത് 3ഉം 4ഉമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 3 and 4. ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? കൃഷ്ണയുടെ പോഷക നദിയാണ് തുംഗഭദ്ര. കൃഷ്ണയുടെ പോഷക നദിയാണ് തുംഗഭദ്ര. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക. വാഴച്ചാൽ തൃശൂർ എന്നത് ശരിയാണ്. ചീയപ്പാറ പത്തനംതിട്ട എന്നത് തെറ്റാണ്. ചീയപ്പാറ വെള്ളച്ചാട്ടം ഇടുക്കി ജില്ലയിലാണ്. പാലരുവി കൊല്ലം എന്നത് ശരിയാണ്. തുഷാരഗിരി കോഴിക്കോട് എന്നതും ശരിയാണ്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ എന്നത് ശരിയാണ്. വേമ്പനാട് കായലിൽ പതിക്കുന്ന പമ്പാ നദിയുടെ പോഷക നദികളാണ് കക്കി, കല്ലാർ എന്നതും ശരിയാണ്. പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു എന്നതും ശരിയാണ്. ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ശരിയായ ഉത്തരം അതുകൊണ്ട് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നതാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പമ്പാ നദിയുടെ പോഷക നദികളാണ് കക്കി, കല്ലാർ എന്നിവ. പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിലാണ് പതിക്കുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി എന്നത് ശരിയാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി എന്നതും ശരിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇരവികുളം എന്നത് തെറ്റാണ്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം എന്നത് ശരിയാണ്. 1ഉം 2ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡ എന്നത് ശരിയാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി എന്ന പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാർ എന്നത് ശരിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി 680 മെഗാവാട്ട് എന്നത് തെറ്റായ പ്രസ്താവനയാണ്. ഇവിടെ 2ഉം 4ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2 and 4. അടുത്ത ചോദ്യം, കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം എന്നത് തെറ്റായ പ്രസ്താവനയാണ്. 75 മീറ്ററിന് മുകളിൽ ഉയരമുള്ളവയാണ് മലനാടിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങൾ. ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം എന്നത് ശരിയായ പ്രസ്താവനയാണ്. മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത് എന്ന പ്രസ്താവനയും ശരിയാണ്. മലനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ് എന്ന പ്രസ്താവനയും ശരിയാണ്. ഇവിടെ തെറ്റായിട്ടുള്ളത് 1ാമത്തെ പ്രസ്താവനയാണ്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1 മാത്രം എന്നതാണ്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ളത് ഇടനാടിനാണ്. താഴെ പറയുന്നവരിൽ കേരള
നടത്തമാണ് അദ്ദേഹത്തിന്റെ കായിക ഇനം എന്ന് പറയുന്നത്. സിനി ജോസ് ഒരു സ്പ്രിന്റ് താരമാണ്, കേരള അത്ലറ്റ് ആണ്. ജിമ്മി ജോർജ് മലയാളിയാണ്, എന്നാൽ അദ്ദേഹം ഒരു വോളിബോൾ താരമാണ്, അത് അത്ലറ്റിക്സിൽ പെടുന്നതല്ല. അഞ്ജു ബോബി ജോർജ് കേരളത്തിൽ നിന്നുള്ള ലോങ് ജമ്പ് താരമായിരുന്നു. അപ്പൊ ശരിയായിട്ടുള്ളത് 1, 2, 4 ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984 എന്നത് ശരിയായ പ്രസ്താവനയാണ്. ചോദിച്ചിട്ടുള്ളത് യോജിക്കാത്ത പ്രസ്താവനകളാണ്. മത്സ്യഫെഡിന്റെ ആസ്ഥാനം കൊച്ചി എന്നത് തെറ്റായ പ്രസ്താവനയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം മത്തി എന്നതും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന എന്ന പ്രസ്താവന ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ 2ഉം 3ഉമാണ്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 2ഉം 3ഉം എന്നതാണ്. മത്സ്യഫെഡ് ആരംഭിച്ചത് 1984 മത്സ്യഫെഡിന്റെ ആസ്ഥാനം കൊച്ചിയല്ല, തിരുവനന്തപുരമാണ്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ. താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല പത്തനംതിട്ട ജില്ലയാണ്. തന്നിരിക്കുന്നവയിൽ കടൽ തീരമില്ലാത്ത ജില്ല പത്തനംതിട്ട ജില്ലയാണ്. താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത 3 കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത എന്ന് പറയുന്നത് ദേശീയ ജലപാത 3. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്നാണ്? 2023 ഓഗസ്റ്റ് 23 ഇത് 2 തവണ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് 2023 ഓഗസ്റ്റ് 23. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ഡോക്ടർ SK വസന്തനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി SK വസന്തൻ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയുടെ പേരാണ് കെടാവിളക്ക്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായുള്ള പദ്ധതിയുടെ പേരാണ് കെടാവിളക്ക്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യത്തെ താരം വിരാട് കോഹ്ലിയാണ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം വിരാട് കോഹ്ലിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാണ്? വോട്ടർ പട്ടിക തയ്യാറാക്കൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. വോട്ടെണ്ണൽ, വോട്ടിംഗ്, ഫലപ്രഖ്യാപനം എന്നിവയെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ്. പെരുമാറ്റച്ചട്ടം രൂപീകരിക്കലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ ചുമതലയാണ്. ഇവയെല്ലാം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാം? സർദാർ പട്ടേലും VP മേനോനും. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയന കരാർ തയ്യാറാക്കിയത് സർദാർ വല്ലഭായി പട്ടേലും VP മേനോനുമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള ഏതാണ്? നെല്ലാണ് തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള. അടുത്ത ചോദ്യം PSC ക്യാൻസൽ ചെയ്തതാണ്. 48ാമത്തെ ചോദ്യം, ISRO സ്ഥാപിതമായ വർഷം 1969. ISRO സ്ഥാപിതമായത് 1969. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം കോഴിക്കോടാണ്. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നഗരമാണ് കോഴിക്കോട്. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. 2023 ഒക്ടോബറിൽ
ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ ആണ്. ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? 107. ഇന്ത്യ 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ 107 ആണ്. സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ആദിത്യ L1. സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ആദിത്യ L1. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു? ചെവിയിലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയായ സ്റ്റേപ്പീസ് കാണപ്പെടുന്നത്. താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. ബെറിബറി എന്ന രോഗം വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു എന്നത് തെറ്റായ പ്രസ്താവനയാണ്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് വർണ്ണാന്തത എന്ന പ്രസ്താവനയും തെറ്റായ പ്രസ്താവനയാണ്. ബെറിബറി എന്ന രോഗം വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു എന്ന പ്രസ്താവന ശരിയാണ്. ഇവിടെ ശരിയായിട്ടുള്ളത് 1ഉം 4ഉം ആണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 4ഉം ശരി. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത. ഇതുകൂടാതെ സിറോഫ്താൽമിയ എന്ന അവസ്ഥയും വിറ്റാമിൻ എയുടെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത്. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബറി. ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം ഏതാണ്? പൊക്കാളിയാണ് ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം. ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനമാണ് പൊക്കാളി. കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചിയിലാണ് കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഒരു ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപ്പിക തലത്തിലെ ജീവികൾ എപ്പോഴും ആരായിരിക്കും? എപ്പോഴും ഉൽപാദകരായിരിക്കും, ഹരിത സസ്യങ്ങളായിരിക്കും. ഒരു ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപ്പിക തലത്തിലെ ജീവികൾ എപ്പോഴും ഉൽപാദകർ ആയിരിക്കും, അല്ലെങ്കിൽ ഹരിത സസ്യങ്ങളായിരിക്കും. പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് അരുൺ അലോഷ്യസ് ആണ്. പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് അരുൺ അലോഷ്യസ്. ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ബാർക്കാണ്. ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ബാർക്ക്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? താപത്തിന്റെ SI യൂണിറ്റ് ആണ് ജൂൾ എന്ന പ്രസ്താവന ശരിയാണ്. താപത്തിന്റെ SI യൂണിറ്റ് ആണ് ഫാരൻഹീറ്റ് എന്ന പ്രസ്താവന തെറ്റാണ്. താപനിലയുടെ SI യൂണിറ്റ് ആണ് സെൽഷ്യസ് എന്ന പ്രസ്താവനയും തെറ്റാണ്. താപനിലയുടെ SI യൂണിറ്റ് ആണ് കെൽവിൻ എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. ഇവിടെ 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1ഉം 4ഉം എന്നതാണ്. താപത്തിന്റെ SI യൂണിറ്റ് ജൂളും താപനിലയുടെ SI യൂണിറ്റ് കെൽവിനുമാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? പവർ വാട്ട് എന്നത് ശരിയാണ്. ഊർജം ജൂൾ എന്നത് ശരിയാണ്. പ്രവൃത്തി ജൂൾ എന്നതും ശരിയാണ്. ബലം പാസ്കൽ എന്നതാണ് ഇവിടെ തെറ്റായിട്ട് ഉള്ള ജോഡി. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അലൂമിനിയത്തിന്റെ ഒരു ധാതുവാണ് ക്രയോലൈറ്റ്. അലൂമിനിയത്തിന്റെ ഒരു ധാതുവാണ് ക്രയോലൈറ്റ്. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമല്ലാത്തത് ബേക്കലൈറ്റ് ആണ്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിന്റെ ന്യൂനതകൾ ഏതൊക്കെയാണ്? ദീർഘദൃഷ്ടിയും വെള്ളെഴുത്തുമാണ് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിന്റെ ന്യൂനതകൾ എന്ന് പറയുന്നത്. ദീർഘദൃഷ്ടിയും വെള്ളെഴുത്തുമാണ് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിന്റെ ന്യൂനതകൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 2ഉം 3ഉം എന്നതാണ്. അടുത്ത ചോദ്യം, 2023 സെപ്റ്റിമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടൻ ടോവിനോ തോമസ് ആണ്. 2023 സെപ്റ്റിമിയസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടോവിനോ തോമസിനെയാണ്.
38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം കോയമ്പത്തൂരാണ്. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം കോയമ്പത്തൂരാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ്. ശരിയായിട്ടുള്ള ഉത്തരമാണ്. കോളറ വായുവിലൂടെ പകരുന്ന രോഗമാണ് എന്നത് തെറ്റായ പ്രസ്താവനയാണ്. ചിക്കൻ ഗുനിയ മലിനജലത്തിലൂടെ പകരുന്ന രോഗമാണ് എന്നതും തെറ്റാണ്. ചിക്കൻ ഗുനിയ കൊതുക് വഴിയാണ് പകരുന്നത്. കോളറ ജലത്തിലൂടെ പകരുന്ന രോഗവുമാണ്. ഒന്ന് മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഒന്ന് മാത്രം ശരി എന്നതാണ്. അനോഫിലിസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗമാണ് മലമ്പനി. അനോഫിലിസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗമാണ് മലമ്പനി. ശരിയായ ജോഡി ഏതാണ്? ക്ഷയം BCG എന്നത് ശരിയാണ്. ടെറ്റനസ് OPV എന്നത് തെറ്റാണ്. ഡിഫ്തീരിയ MMR എന്നത് തെറ്റാണ്. പോളിയോ DPT എന്നതും തെറ്റാണ്. ഇവിടെ ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ശരി. 70ാമത്തെ ചോദ്യം, രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ്? ഇരുമ്പാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഇരുമ്പാണ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ഹീമോഫീലിയയാണ് ഇവിടെ ജീവിതശൈലി രോഗമല്ലാത്തത്. പക്ഷാഘാതം, ഫാറ്റി ലിവർ, പ്രമേഹം ഇവയൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. ഹീമോഫീലിയ ഒരു ജനിതക രോഗമാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി മൃതസഞ്ജീവനിയാണ്. അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് മൃതസഞ്ജീവനി. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അശ്വമേധം പദ്ധതി. നിപ്പ രോഗത്തിന്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി വവ്വാലാണ്. നിപ്പ രോഗത്തിന്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി വവ്വാലാണ്. ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണുവാണ് വൈറസ്. ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണു വൈറസ് ആണ്. ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏത്? അലോപ്പതിയാണ്. തന്നിരിക്കുന്നവയിൽ ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി എന്നിവയൊക്കെ ആയുഷ് വകുപ്പിൽ ഉൾപ്പെടുന്ന ചികിത്സാ രീതികളാണ്. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി വിമുക്തിയാണ്. തന്നിരിക്കുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി വിമുക്തി. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്. ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് പൊൻവാക്ക്. ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേര് പൊൻവാക്ക് എന്നാണ്. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാലാണ്. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാലാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 104/2024. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ് എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. മൗലിക അവകാശങ്ങൾ 6 എണ്ണമുണ്ട് എന്ന പ്രസ്താവനയും ശരിയായ പ്രസ്താവനയാണ്. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് എന്നത് തെറ്റാണ്. ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത് എന്നതും ശരിയായ പ്രസ്താവനയാണ്. 1, 2, 4 ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരിയാണ്. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ഏത് അവകാശത്തെയാണ്? ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശത്തിനെയാണ്
ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്? ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 32 ആണ്. ആർട്ടിക്കിൾ 32നെയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നും ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നുമാണ്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് മഹാത്മാഗാന്ധിയാണ്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് മഹാത്മാഗാന്ധി. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് 1951-ലാണ്. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് 1951-ലാണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരി അല്ലാത്തത് ഏത്? ആദ്യത്തെ രക്തസാക്ഷി ഝാൻസി റാണിയായിരുന്നു എന്നത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമൻ എന്നത് ശരിയായ ഉത്തരമാണ്. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി എന്നതും ശരിയായ പ്രസ്താവനയാണ്. ഇവിടെ തെറ്റായിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1 മാത്രം എന്നതാണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ ആയിരുന്നു. ഝാൻസി റാണിയല്ല, മംഗൾ പാണ്ഡെ ആയിരുന്നു. ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനും ചേർന്നിട്ടാണ്. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്. സാരേ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ആണ്. സാരേ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ആണ്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏത്? ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നത് ശരിയാണ്. ഗാന്ധിജി 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നതും ശരിയാണ്. മഹാത്മാ എന്ന് ഗാന്ധിജിയെ ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് എന്നതും ശരിയാണ്. ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത് പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് എന്നതാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ സി 4 മാത്രം എന്നതാണ്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനമാണ്. ഗാന്ധിജി 5 തവണയാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത് 1920-ലാണെങ്കിൽ അവസാനമായി കേരളത്തിൽ വരുന്നത് 1937 ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. മഹാത്മാ എന്നത് ഗാന്ധിജിയെ ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്ന് തിരഞ്ഞെടുക്കുക. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് എടുത്തതാണ് ദേശീയ മുദ്ര എന്നത് ശരിയായ പ്രസ്താവനയാണ്. അശോക ചക്രത്തിൽ 21 ആരക്കാലുകൾ ഉണ്ട് എന്നത് തെറ്റാണ്. 24 ആരക്കാലുകളാണുള്ളത്. 1947-ലാണ് ഇന്നത്തെ ത്രിവർണ പതാക സ്വീകരിച്ചത് എന്ന പ്രസ്താവനയും ശരിയാണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി 1ഉം 3ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11-നാണ്. കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11-നാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മലബാർ കലാപം നടന്നത് 1921-ലാണ് എന്നത് ശരിയാണ്. മലബാർ കലാപം അന്വേഷിച്ചത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ ആണ് എന്നത് തെറ്റാണ്. മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്.
മലബാർ കലാപം നടന്നത് 1921 മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷൻ TL സ്ട്രേഞ്ച് കമ്മീഷനാണ്. മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നു. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഗൗരി പാർവതിഭായിയാണ്. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഗൗരി പാർവതിഭായി. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. പഴശ്ശി രാജാവ് വീരചരമം പ്രാപിച്ചത് 1805 നവംബർ 30 പഴശ്ശി രാജാവ് വീരചരമം പ്രാപിച്ചത് 1805 നവംബർ 30 മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ്. മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ്. കേരളത്തിലെ ഇപ്പോഴത്തെ സാക്ഷരതാ നിരക്ക് 94%. കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ്? 94%. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം ഏത്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടത്. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടത് സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ്. ഭക്രാനങ്കൽ ഡാം ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? സത്ലജ് നദിയിലാണ് ഭക്രാനങ്കൽ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. ഭക്രാനങ്കൽ ഡാം നിർമ്മിച്ചിട്ടുള്ളത് സത്ലജ് നദിയിൽ. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഹോമി ജഹാംഗീർ ഭാവെയാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ഹോമി ജഹാംഗീർ ഭാവ. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. താഴെ പറയുന്നവരിൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി? ജോൺ മത്തായി ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി ജോൺ മത്തായി. ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 14. ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 14. ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും വിക്ഷേപിച്ചു എന്ന പ്രസ്താവന ശരിയാണ്. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു എന്നതും ശരിയാണ്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു എന്നതും ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ എ, എല്ലാം ശരി എന്നതാണ്. ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യം 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നുമാണ് വിക്ഷേപിച്ചത്. 2023 ഓഗസ്റ്റ് 5 ഇത് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡും ചെയ്തു. അടുത്ത ചോദ്യം, കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് കണ്ടെത്തുക. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഇടനാടിന്റെ ഉയരം എന്നത് ശരിയാണ്. ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം എന്നത് തെറ്റായ പ്രസ്താവനയാണ്. അത് മലനാടിനെ കുറിച്ചുള്ള പ്രസ്താവനയാണ്. ഇടനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ് എന്ന പ്രസ്താവനയും തെറ്റായ പ്രസ്താവനയാണ്. ഇടനാടിന്റെ അല്ല, മലനാടിന്റെയാണ് ഭൂരിഭാഗം പ്രദേശങ്ങളും വനപ്രദേശങ്ങളായിട്ടുള്ളത്. ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ് എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. ഇവിടെ 2ഉം 3ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം.
കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയവയിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക. തുഷാരഗിരി കോഴിക്കോട് എന്നത് ശരിയാണ്. വാഴച്ചാൽ പത്തനംതിട്ട എന്നത് തെറ്റാണ്. വാഴച്ചാൽ തൃശൂർ ജില്ലയാണ്. ചീയപ്പാറ ഇടുക്കി എന്നത് ശരിയാണ്. പാലരുവി കൊല്ലം എന്നതും ശരിയാണ്. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. മത്സ്യഫെഡ് ആരംഭിച്ചത് 1984 എന്ന പ്രസ്താവന ശരിയാണ്. മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം എന്ന പ്രസ്താവനയും ശരിയാണ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള എന്ന പ്രസ്താവനയും ശരിയാണ്. ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നതാണ്. മത്സ്യഫെഡ് ആരംഭിച്ചത് 1984 മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള. അടുത്ത ചോദ്യം, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളമാണ് എന്ന പ്രസ്താവന ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ആറളം എന്ന പ്രസ്താവനയും ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം വയനാട് എന്നത് തെറ്റാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം പെരിയാർ എന്നതും തെറ്റാണ്. ഇവിടെ ശരിയായിട്ടുള്ളത് 2ഉം 1ഉമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം എന്നതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം വയനാടല്ല, പെരിയാറാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി എന്നത് ശരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം സൈലന്റ് വാലി എന്നത് തെറ്റായ പ്രസ്താവനയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല എന്നത് ശരിയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഇരവികുളം എന്നത് തെറ്റാണ്. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലിയിലാണ്. 2ഉം 4ഉമാണ് തെറ്റായിട്ടുള്ളത്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ സി 2ഉം 4ഉം എന്നതാണ്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി, പാമ്പാർ, ഭവാനി എന്നിവയാണ്. ഇവിടെ തന്നിരിക്കുന്നവയിൽ കബനിയും പാമ്പാറുമാണ് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികൾ. ഓപ്ഷൻ എ 1ഉം 2ഉമാണ്. കേരളത്തിൽ 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്: കബനി, ഭവാനി, പാമ്പാർ. വികേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ചുവടെ പറയുന്നവയിൽ ഏതാണ്? പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുക എന്നതാണ് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം. പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുക എന്നതാണ് വികേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകമാണ്. താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല. തന്നിരിക്കുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല കോട്ടയം ജില്ലയാണ്. കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ് കക്കാട് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. കക്കാട് ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ട ജില്ലയിലാണ്. ഇന്ത്യയുടെ കിഴക്കൻ തീര സമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ബംഗാൾ ഉൾക്കടലിനും പൂർവഘട്ടത്തിനുമിടയിൽ എന്നത് ശരിയായ പ്രസ്താവനയാണ്. താരതമ്യേന വീതി കുറവ് എന്നത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു എന്നതും തെറ്റായ പ്രസ്താവനയാണ്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു എന്നത് ശരിയായ പ്രസ്താവനയാണ്. തെറ്റായിട്ടുള്ളത് 2ഉം 3ഉമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിലും പൂർവഘട്ടത്തിനുമിടയിലാണ്.
കിഴക്കൻ തീരസമതലത്തിന് പടിഞ്ഞാറൻ തീരസമതലത്തിനെ അപേക്ഷിച്ച് താരതമ്യേന വീതി കൂടുതലാണ്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് കിഴക്കൻ തീരസമതലത്തിലാണ്. ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം എന്നത് ശരിയായ പ്രസ്താവനയാണ്. അപരദന തീവ്രത കൂടുതൽ എന്നതും ശരിയായ പ്രസ്താവനയാണ്. അപരദന തീവ്രത കുറവ് എന്നത് തെറ്റാണ്. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം എന്നതും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. തെറ്റായിട്ടുള്ളത് 3ഉം 4ഉമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 3ഉം 4ഉം എന്നതാണ്. ഹിമാലയൻ നദികളുടേത് അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമാണ്. ഹിമാലയൻ നദികൾക്ക് അപരദന തീവ്രത കൂടുതലുമാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. നെവാഷേവ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്താണ്. കാണ്ടിലയും ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്താണ്. ഹാൽഡിയ ഇന്ത്യയുടെ കിഴക്കൻ തീരത്താണ്. വിശാഖപട്ടണവും ഇന്ത്യയുടെ കിഴക്കൻ തീരത്താണ്. 1ഉം 2ഉമാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം എന്നതാണ്. താഴെ പറയുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകൾ കണ്ടെത്തുക. കാരക്കോറം ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. ഹിമാചൽ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമല്ല. സസ്കർ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. സിവാലിക് ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമല്ല. ഹിമാലയത്തിന്റെ ഭാഗമാണ് ഹിമാചലും സിവാലിക്കും. ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ളത് കാരക്കോറം, സസ്കർ എന്നിവയാണ് തന്നിരിക്കുന്നവയിൽ. അതുകൊണ്ട് ഓപ്ഷൻ ബി 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഏത് നദിയുടെ പോഷക നദിയാണ് കബനി? കാവേരിയുടെ പോഷക നദിയാണ് കബനി. കാവേരിയുടെ പോഷക നദിയാണ് കബനി. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങളെ കണ്ടെത്തുക. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയുമാണ് 2024 നടന്ന 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയുമാണ് 2024 നടന്ന 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ മത്സരിച്ചത്. ഇന്ത്യയാണ് വിജയിച്ചത്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 2023 വയലാർ അവാർഡ് നേടിയ വ്യക്തി ശ്രീകുമാരൻ തമ്പിയാണ്. 2023 വയലാർ അവാർഡ് നേടിയ വ്യക്തി ശ്രീകുമാരൻ തമ്പി. 18ാം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. 18ാം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. 2024 G20 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ബ്രസീലാണ്. 2024 G20 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ബ്രസീലാണ്. താഴെ പറയുന്നവയിൽ ഏതൊക്കെ മേഖലകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിന്റെ ദേശീയ വരുമാനമായിട്ട് കണക്കാക്കുന്നത്? കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല. ഈ മേഖലകളിൽ നിന്നെല്ലാം ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിന്റെ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 3 മാത്രം എന്നതാണ്. കഥകളിയിലെ വേഷങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. കത്തി, കരി, താടി, പച്ച, മിനുക്ക് എന്നിവയാണ് കഥകളിയിലെ വേഷങ്ങൾ. ശരിയായ ഉത്തരം 1ഉം 3ഉം എന്നതാണ്. ഓപ്ഷൻ സി ആണ്. കത്തി, കരി, താടി, പച്ച, മിനുക്ക് എന്നിവയാണ് കഥകളിയിലെ വേഷങ്ങൾ. കളിക്കാരുടെ എണ്ണം 11ആയി നിശ്ചയിച്ചിട്ടുള്ളത് താഴെ പറയുന്ന ഏതൊക്കെ കളികളിലാണ്? ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ എന്നിവയിലാണ് കളിക്കാരുടെ എണ്ണം 11ആയിട്ട് ഉള്ളത്. ശരിയായ ഉത്തരം 1ഉം 3ഉം ഓപ്ഷൻ ബി ആണ്. വോളിബോളിൽ ഒരു ടീമിൽ 6 കളിക്കാരാണുള്ളത്. ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ എന്നിവയിൽ ഒരു ടീമിൽ 11 കളിക്കാരായിരിക്കും ഉള്ളത്. താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? രാത്രിമഴയാണ് തന്നിരിക്കുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളിൽ ഉൾപ്പെടാത്തത്. രാത്രിമഴ സുഗതകുമാരിയുടേതാണ്. ബധിരവിലാപം, ഋതുവിലാസം, കൊച്ചു സീത
ഇവയെല്ലാം തന്നെ മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളാണ്. താഴെ പറയുന്നവരിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ആരാണ്? തന്നിരിക്കുന്നവരിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിച്ചിട്ടില്ലാത്തത് ഹിലരി ക്ലിന്റൺ മാത്രമാണ്. ഓപ്ഷൻ സി 3 മാത്രം എന്നതാണ് ശരിയായ ഉത്തരം. ബറാക് ഒബാമയും ജോ ബൈഡനും ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിച്ചിട്ടുള്ളവരാണ്. ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിന്റെ മൂല്യം എത്രയാണ്? 75 രൂപയാണ്. ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിന്റെ മൂല്യം 75 രൂപയാണ്. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സംവിധാൻ സദൻ എന്ന പേരിലാണ് ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്ന പേര്. ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? ഇസ്രയേലാണ്. താഴെ പറയുന്ന ആരുടെ ജന്മദിനമാണ് ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? ആൻ ഫ്രാങ്കിന്റെ ജന്മദിനമാണ് ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. താഴെ പറയുന്ന ആരുടെ ജന്മദിനമാണ് ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? ആൻ ഫ്രാങ്കിന്റേതാണ്. ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് താഴെ പറയുന്നവയിൽ ആരാണ്? പുല്ലാണ് ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് തന്നിരിക്കുന്നവയിൽ. എപ്പോഴും ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണി ഹരിത സസ്യങ്ങളായിരിക്കും. ചന്ദ്രശങ്കര ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ്? തെങ്ങിന്റെ സങ്കര ഇനമാണ് ചന്ദ്രശങ്കര. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? കരളാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം. വായ്പുണ്ണ് ഏത് ജീവകത്തിന്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്? ജീവകം ബിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണ്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതൊക്കെയാണ്? നീലഗിരി വന്യജീവി സങ്കേതം എന്നത് തെറ്റാണ്. നീലഗിരി ഒരു ബയോസ്ഫിയർ റിസർവ് ആണ്. സൈലന്റ് വാലി ദേശീയ പാർക്ക് എന്നത് ശരിയാണ്. അഗസ്ത്യാർകൂടം കമ്മ്യൂണിറ്റി റിസർവ് എന്നത് തെറ്റാണ്. അഗസ്ത്യാർകൂടവും ബയോസ്ഫിയർ റിസർവ് ആണ്. കടലുണ്ടി ബയോസ്ഫിയർ റിസർവ് എന്നത് തെറ്റാണ്. കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ആണ്. ഇവിടെ 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2 മാത്രം ശരി. ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് താഴെ പറയുന്ന ഏത് മേഖലയിലുള്ള വ്യക്തികൾക്കാണ് നൽകുന്നത്? ശാസ്ത്രജ്ഞർക്കാണ് ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം നൽകുന്നത്. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. താഴെ പറയുന്നവയിൽ ആസിഡിന്റെ പൊതു സ്വഭാവങ്ങൾ ഏതെല്ലാമാണ്? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു എന്നത് ശരിയാണ്. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നു എന്നത് തെറ്റാണ്. pH മൂല്യം 7ൽ കൂടുതലാണ് എന്നത് തെറ്റാണ്. pH മൂല്യം 7ൽ കൂടുതലുള്ളത് ആൽക്കലികളാണ്. pH മൂല്യം 7ൽ കുറവാണ് ആസിഡുകൾക്കുള്ളത്. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. ആസിഡിന്റെ pH മൂല്യം 7ൽ കുറവാണ്. ആൽക്കലികൾ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നു. ആൽക്കലികളുടെ pH മൂല്യം 7ൽ കൂടുതലുമാണ്. 2 സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം 5 ആണ്. 2 സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം 5 ആണ്. താഴെ പറയുന്നവയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം തന്നിരിക്കുന്നവയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം അസമാണ്. ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് അസം. കിഴക്കാണ് ആദ്യം സൂര്യോദയം ദൃശ്യമാകുന്നത്. അതുകൊണ്ട് തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം അസമാണ്. ദോലന ചലനത്തിൽ പെടാത്തവ ഏതെല്ലാം?
ആട്ടുകട്ടിലിന്റെ ചലനം ദോലന ചലനമാണ്. ഫാനിലെ ദളങ്ങളുടെ ചലനം ദോലന ചലനമല്ല. ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം ദോലന ചലനമാണ്. സൈക്കിളിന്റെ ചക്രങ്ങളുടെ ചലനം ദോലന ചലനമല്ല. ഒരു ബിന്ദുവിനെ ആധാരമാക്കി മുൻപോട്ടും പിൻപോട്ടുമുള്ള ചലനമാണ് ദോലന ചലനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ബിന്ദുവിനെ ആധാരമാക്കി ഇരു ദിശകളിലേക്കുമുള്ള ചലനമാണ് ദോലന ചലനം. ഇവിടെ ആട്ടുകട്ടിലിന്റെ ചലനവും ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനവുമാണ് ദോലന ചലനത്തിനുള്ള ഉദാഹരണങ്ങൾ. അതുകൊണ്ട് പെടാത്തവയാണ് ചോദിച്ചിരിക്കുന്നത്. പെടാത്തത് 2ഉം 4ഉമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ആൾ യൂജിൻ സെർണൻ ആണ്. ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയത് യൂജിൻ സെർണൻ ആണ്. ലോക ജലദിനം മാർച്ച് 22. ലോക ജലദിനമായി ആചരിക്കുന്നത് മാർച്ച് 22 ആണ്. ജലദോഷമുണ്ടാക്കുന്ന രോഗകാരി വൈറസ് ആണ്. ജലദോഷമുണ്ടാക്കുന്ന രോഗകാരി വൈറസ് ആണ്. ഏതുതരം കൊതുകുകളാണ് ഡെങ്കിപ്പനി എന്ന രോഗം പരത്തുന്നത്? ഏഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. ഈഡിസ് കൊതുകുകളാണ്. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ആണ് HIV വൈറസ്. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് HIV വൈറസ് ആണ്. നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് 120/80 mmHg ആണ്. നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് 120/80 mmHg ആണ്. മനുഷ്യനിലെ അസ്ഥിവ്യവസ്ഥയിൽ എത്ര അസ്ഥികളാണ് ഉള്ളത്? 206. മനുഷ്യനിലെ അസ്ഥിവ്യവസ്ഥയിൽ എത്ര അസ്ഥികളാണ് കാണപ്പെടുന്നത്? 206. പല്ലുകൾക്ക് വെളുപ്പു നിറം നൽകുന്ന ഘടകമാണ് ഇനാമൽ. പല്ലുകൾക്ക് വെളുപ്പു നിറം നൽകുന്ന ഘടകം ഇനാമലാണ്. ഒരു മുതിർന്ന മനുഷ്യന്റെ ഹൃദയം 1 മിനിറ്റിൽ ശരാശരി എത്ര തവണയാണ് സ്പന്ദിക്കുന്നത്? 72 തവണ. ഒരു മുതിർന്ന മനുഷ്യന്റെ ഹൃദയം 1 മിനിറ്റിൽ ശരാശരി 72 തവണ സ്പന്ദിക്കും. പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗമാണ് ബ്രോങ്കൈറ്റിസ്. പുകയിലയുടെ ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗമാണ് ബ്രോങ്കൈറ്റിസ്. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം അല്ലാത്തത് തന്നിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം അല്ലാത്തത് ടൈഫോയിഡ് ആണ്. പൊണ്ണത്തടി, ഹൃദ്രോഗം, പ്രമേഹം ഇവയെല്ലാം തന്നെ ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് മൃതസഞ്ജീവനി എന്നാണ്. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് മൃതസഞ്ജീവനി. ഇരവികുളം ദേശീയോദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്നത് ഏത് ജീവിയെയാണ്? വരയാടിനെയാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കുന്നത്. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് ഹോർട്ടിക്കൾച്ചർ. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോർട്ടിക്കൾച്ചർ. പവിത്ര, അന്നപൂർണ, ഹ്രസ്വ എന്നിവ മികച്ച വിളവ് നൽകുന്ന ഏത് വിത്തിനങ്ങളാണ്? നെല്ല്. പവിത്ര, അന്നപൂർണ, ഹ്രസ്വ എന്നിവ നെല്ലിന്റെ വിവിധ ഇനങ്ങളാണ്. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ചു നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കീഴിൽ ആരംഭിച്ച സംവിധാനത്തിന്റെ പേരാണ് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ചു നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കീഴിൽ ആരംഭിച്ച
സംവിധാനത്തിന്റെ പേരാണ് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി.